സംസ്ഥാനത്ത് പുതുതായി നിയമനം നൽകിയ റേഞ്ച് ഓഫീസർമാരെ നിർബന്ധിത സർട്ടിഫിക്കറ്റ് കോഴ്സിനയച്ച വനംവകുപ്പിന്റെ നടപടി വിവാദമാകുന്നു. റേഞ്ച് ഓഫീസർമാരുടെ കുറവ് മൂലം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ തന്നെ താളം തെറ്റുമ്പോഴാണ് 1 കോടി ഏറെ രൂപ ചെലവിട്ട പഠിച്ച വിഷയം തന്നെ വനംവകുപ്പ് വീണ്ടും പഠിപ്പിക്കുന്നത്. പുതുതായി നിയമനം നൽകിയ 25 റേഞ്ച് ഓഫീസർമാരെയാണ് വനംവകുപ്പ് നിർബന്ധിത സർട്ടിഫിക്കറ്റ് കോഴ്സിനയച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ മുലാപ്പള്ളി ഫോറസ്റ്റ് അക്കാദമിയിലാണ് പരിശീലനം. 11 മാസമാണ് കോഴ്സിന്റെ കാലാവധി. BSc ഫോറസ്റ്റ് പൂർത്തിയാക്കാതെ റേഞ്ചർമാരായി നിയമിക്കപ്പെടുന്നവർക്കായുള്ള കോഴ്സാണ് പ്രത്യേക ഉത്തരവിലക്ക് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇതുമൂലം പഠിച്ചെടുത്തിൽ തന്നെ വീണ്ടും പഠിക്കേണ്ട ഗതികേടിലാണ് ഉദ്യോഗസ്ഥർ. ഇത് സത്യത്തിൽ അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഗവൺമെന്റിന് തന്നെ ഇതിൽ ആവശ്യമില്ലാത്ത കുറെ പണച്ചിലവും പിന്നെ കുറെ സമയം ഈ പഠിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും പഠിച്ച് കുറെ സമയം കളയുകയും പരിശീലനത്തിനായി 15 പേർ MSc ഫോറസ്റ്റുകാരാണ്. ശേഷിക്കുന്നവരിൽ 2 പേർ ഉൾപ്പെടെ BSc ഫോറസ്റ്റുകാരാണ്. ഇവരെയാണ് വനംവകുപ്പ് വീണ്ടും പഠിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സിനായി 4,00,000 രൂപ വീതം ഓരോ ഉദ്യോഗസ്ഥത്തിനു വേണ്ടി വനംവകുപ്പ് ചെലവിടുന്നുണ്ട്. റേഞ്ച് ഓഫീസർമാരുടെ ഒഴിവുകൊണ്ട് സംസ്ഥാനത്തെ വനംവകുപ്പിന്റെ പ്രവർത്തനം തന്നെ താളം നിൽക്കുമ്പോഴാണ് നിയമനം നൽകിയവരെ 1 കോടി രൂപ ചെലവഴിച്ച് വനംവകുപ്പ് വീണ്ടും പഠിപ്പിക്കുന്നത്. പാലക്കാട് 1.5 വർഷം മുമ്പ് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തടവിലാക്കിയ